വളരെ നാളെയോ 17 വർഷമായിട്ട് ഹരിപ്പാട് ജലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നെൽപ്പുഴക്കടവിലേക്ക് ചുണ്ടൻ വള്ളം എത്തുന്നു. പക്ഷേ ആചാര മര്യാദയുടെ പേരിൽ ഹരിപ്പാട് ക്ഷേത്രവുമായിട്ട് ഏറെ ബന്ധപ്പെട്ടുള്ളതാണ് ഹരിപ്പാട് ജലോത്സവം. ഹരിപ്പാട് ക്ഷേത്രത്തിന്റെ വിഗ്രഹലബ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ആചാരങ്ങളുടെ ഒന്ന് മാത്രമാണ് നമ്മുടെ ഹരിപ്പാട് ജലോത്സവം. ജലോത്സവത്തോടു കൂടിയാണ്, ചുണ്ടൻവള്ളങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് ഹരിപ്പാട്ടേക്ക് നമ്മുടെ ഹരിപ്പാട് വേലായുധ സ്വാമിയെ കൊണ്ടുവന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ അതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് തിരുവോണനാളിൽ നടക്കുന്ന ജലോത്സവത്തിന് നമ്മുടെ കരയിലുള്ള ചുണ്ടൻവള്ളങ്ങളെല്ലാം നെൽപ്പുഴക്കടവിൽ വന്നുകൊണ്ട് വന്നതിന് ശേഷം അവിടെ നിന്ന് തുഴകളുമൊക്കെയായിട്ട് നേരെ വേലായുധ സ്വാമിയെ വന്ന് കണ്ടെത്തുന്നത് അനുഗ്രഹം വാങ്ങിപ്പോകുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ പുറത്തു വരുന്നത്. അങ്ങനെ അപ്പൊ ആ ഒരു ആചാര പെരുമ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ആ തോടിന്റെ ഒരു സ്ഥിതിയോടുകൂടിയാണ്. കഴിഞ്ഞ 18 വർഷമായിട്ട് ചുണ്ടൻവള്ളങ്ങൾ ഈ നെൽപ്പുഴ തോട്ടിലോട്ട് എത്താണ്. പക്ഷെ ആചാരത്തിന്റെ പേരിൽ അതാത് കരയിലുള്ളവർ തുഴകളുമായിട്ട് നെൽപ്പുഴക്കടയിൽ നിന്ന് പാടിക്കൊണ്ട് വള്ളപ്പാട്ടുമൊക്കെ പാടിക്കൊണ്ട് ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്ന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹരിപ്പാടിന്റെ പ്രിയങ്കനായ MLA ഇതേപോലെ എന്നെ വിളിച്ചിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം കാണാം ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുൻപ് തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി 2 ലക്ഷം രൂപ നെൽപ്പുഴത്തോട് ശുദ്ധീകരിക്കുന്നതിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്, പദ്ധതി ഉൾപ്പെടുത്തുന്നതിനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെയും കൂടി ഒരു അഭ്യർത്ഥന പ്രകാരം നമ്മള് അവിടെ പോയി സന്ദർശിക്കുകയും ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ വാർഡിന്റെ മറ്റൊരു കൗൺസിലർ കൂടിയായ നിർമ്മലകുമാരിയും നമ്മുടെ സഹ കൗൺസിലർമാരും എല്ലാം കൂടെ ചേർന്ന് അവിടെ ഉദ്യോഗസ്ഥർ അവരെല്ലാമായി ചേർന്ന് ആ ഒരു പ്രദേശം സന്ദർശിക്കുകയും ഈ കോളയും പായലും കടകല്ലും ഉൾപ്പെട്ട ഇത് മാറ്റിയെങ്കിൽ മാത്രമേ വള്ളം ഇവിടേക്ക് എത്തൂ എന്ന് അറിയിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീ വിജയകുമാർ അടക്കമുള്ള നമ്മുടെ വള്ള സമിതി ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. അപ്പൊ അദ്ദേഹം ആ ഒരു അഭിപ്രായമാണ് അവിടെ വെച്ച് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെച്ച ആ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊന്ന് മാറ്റിക്കൊണ്ട് ബഹുജന പിന്തുണയോടുകൂടി ഇത് മാറ്റിക്കൊണ്ട് തിരുവോണനാളിൽ വള്ളങ്ങൾ എത്തത്തക്ക രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു യോഗത്തിന്റെ ഉദ്ദേശം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുവാനായിട്ട് നാളെ നമ്മൾ അതിനൊരു തുടക്കം കുറിക്കുകയാണ്. അതിന്റെ ഉപകരണങ്ങളെല്ലാം അവിടെ വന്നിട്ട് പാർക്കും അതിന്റെ ഹിറ്റാച്ചിയും അതോടൊപ്പം തന്നെ അതിന്റെ അനുബന്ധ ഉപകരണങ്ങളെല്ലാം ഇന്നലെ തന്നെ നെൽപ്പുഴക്കടവിൽ നിർത്തിക്കൊണ്ട് നമുക്ക് നാളെ 10 മണിക്ക് അതൊരു ആഘോഷപൂർവ്വം അതൊരു ഉദ്ഘാടനം നമ്മൾ വള്ളസമിതിക്കാരും പിന്നെ അതോടൊപ്പം തന്നെ വള്ളംകളി സമിതിക്കാരും ഉൾപ്പെടെ നമ്മുടെ പൗരസമൂഹം എല്ലാം അതിൽ ബന്ധപ്പെടുന്ന രീതിയിൽ ഒരു ഉദ്ഘാടനം അവിടെ നടത്തിക്കൊണ്ട് നമുക്ക് അതിന്റെ തുടക്കം കുറിക്കണം. ഒരു 7-8 ദിവസത്തെ പരിപാടി കൊണ്ട് മാത്രമേ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ഈ അഴുക്കുകളൊക്കെ നീക്കി ഈ തോട് ശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെയൊക്കെ ഒരു പദ്ധതി നമ്മൾ പ്ലാൻ വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങളുടെയും കൂടി ഏറ്റവും കൂടുതൽ ഞങ്ങളെക്കാൾ ഉപരിയായിട്ട് ഇതുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ജലോത്സവ സമിതി അംഗങ്ങളും വള്ളം കമ്മിറ്റിക്കാരും. അപ്പൊ നിങ്ങളുടെയും കൂടി ഒരു അഭിപ്രായം തേടിക്കൊണ്ട് ഇതിന്റെ പൂർണ്ണമായ ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് വള്ളം ഇവിടേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ അതിനുശേഷം തിരുവോണനാളിൽ നടക്കുന്ന ആഘോഷപൂർവ്വമുള്ള ആ ഒരു ആചാര പെരുമയോട് കൂടി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകുവാനും ഉള്ള ഒരു നടപടി കൂടി ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങളെ എല്ലാവരും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകണം എന്ന് പറയുന്നു. വലിയ ഒരു മീറ്റിങ്ങിന് ഒരു ഇതായിട്ട് നിങ്ങളൊന്നും ധരിക്കരുത്. നമ്മൾ ഒരു ആശയവിനിമയം നടത്തി നാളത്തെ പരിപാടിയിലേക്ക് പോയിട്ട് മറ്റു പ്രസംഗങ്ങളൊന്നുമില്ല. ഞാൻ ഒരു പിന്നെ അതുമായി ആ ഒരു കരയിലെ ആള് എന്നുള്ള നിലയ്ക്ക് ശ്രീ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്തുകൊണ്ട് നമുക്ക് നാളെ എങ്ങനെ ഈ പരിപാടി കൊണ്ടുപോകാൻ എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച് എന്നുള്ളത് മാത്രമേ ഈ ഒരു കമ്മിറ്റിയുടെ ഉള്ളടക്കം. അതിനായിട്ട് നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്കാരം. ചരിത്രം എല്ലാവർക്കും അറിയാം. അതിലേക്ക് കിടക്കട്ടെ. ഈ ഹരിപ്പാട് ജലോത്സവത്തിന് ഹരിപ്പാട് വന്നു ചേരേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം.
നമ്മൾ 2 പ്രാവശ്യം അത് ശ്രമിച്ചു. 2008-ലാണ് 22 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി വള്ളങ്ങൾ 2008-ലാണ് ഹരിപ്പാട് പഞ്ചായത്ത് മുൻകൈ എടുത്ത് തോട് നമ്മൾ പായിപ്പാട് മുതൽ നെപ്രങ്ങട് വരെ വൃത്തിയാക്കി. അതിനുശേഷം അവിടെ ഒരു പ്രാവശ്യം വെള്ളാകുളങ്ങര വള്ളം മാത്രമേ വന്നു. അത് വെള്ളാകുളങ്ങര വള്ളം റിസ്ക് എടുത്താണ് അവിടെ ഒരു പ്രാവശ്യം വന്നത്. പിന്നെ വള്ളങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ചെയർമാൻ സൂചിപ്പിച്ചു നമുക്ക് ഈ പ്രാവശ്യം വള്ളങ്ങളല്ല എത്തണം, അത് എല്ലാ വള്ളങ്ങളും എത്തണം. എനിക്ക് അതുമായി ബന്ധപ്പെട്ട 2 പ്രായോഗിക നിർദ്ദേശങ്ങളാണ്. ഒന്ന്, ഇതിനൊരു സ്ഥിര സംവിധാനമാണ്. അത് ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനമാണ്. അതായത് ഇതിന്റെ ഉത്തരവാദിത്തം വിയ്യൂരം ഹരിപ്പാട് മുനിസിപ്പാലിറ്റിക്ക് വിയ്യൂരം പഞ്ചായത്ത്, ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനെ കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ചെറുതന വിയ്യൂരം ഹരിപ്പാട് പള്ളിപ്പാട് മുൻകൈ എടുത്തുകൊണ്ട് പായിപ്പാട് ജലോത്സവം തോട് പായിപ്പാട് 6 മുതൽ നെൽപ്പരപ്പുഴയുള്ള തോട് ഈ ജലോത്സവത്തിന് മുമ്പായിട്ട് സ്ഥിരമായി ക്ലിയർ ചെയ്യാനുള്ള സംവിധാനം ഫണ്ട് പഞ്ചായത്തുകൾക്ക് എടുക്കാം. പഞ്ചായത്തുകളുടെ സ്വന്തം ഫണ്ട് വിഭജിച്ച് ചെയ്യാം. 1. 2, സർക്കാർ ഇത് ഏറ്റെടുക്കും. വേറെ നിർദ്ദേശം എനിക്കുള്ളത്, മൂലവള്ളങ്ങൾക്ക് ദേവസ്വം ബോർഡ് 1 ലക്ഷം രൂപയാണ് ഗ്രാന്റ്. പായിപ്പാട് ജലോത്സവത്തിന് 1 ലക്ഷം രൂപ ഗ്രാന്റ് നൽകുന്നത്. ഈ സമിതിയുടെ അംഗത്തെയും ഹരിപ്പാട് മുനിസിപ്പൽ ചെയർമാനോട് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്, നഗരസഭാ കൗൺസിലിന്റെ ഒരു അടിയന്തര യോഗം കൂടിയിട്ട് പായിപ്പാട് ജലോത്സവത്തിന് നൽകുന്ന ഗ്രാന്റ് 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്യണം. അത് തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശമാണ്. മറ്റൊന്ന് എനിക്കുള്ളൂ, ഇത് സംവിധാനമാക്കി വരുമ്പോൾ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പരിമിതി. നമ്മുടെ പദ്ധതിയൊക്കെ തയ്യാറാക്കി എല്ലാ വർഷവും ഈ പായൽ കയറുക, വെള്ളം വരുമ്പോഴെല്ലാം പായലും ഈ പോച്ചയും എല്ലാം വരും. അപ്പൊ അതിനൊരു സ്ഥിര സംവിധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഹരിപ്പാട് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ആലോചിച്ചു. മറ്റു ജലോത്സവ സമിതിക്ക് ഭാരിത ചെലവുള്ളതിന് മാത്രം ഫണ്ട് കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ഇറിഗേഷൻ വകുപ്പിന്റെ ഫണ്ട് സ്ഥിര സംവിധാനമാക്കി ബഡ്ജറ്റിൽ കൊണ്ടുവരാൻ സംവിധാനത്തെ കുറിച്ച് MLA-യുമായി ആലോചിച്ച് നടപ്പാക്കാൻ ശ്രമിക്കും. ഇതൊരു സ്ഥിര സംവിധാനമാക്കണം എന്നുള്ള നിർദ്ദേശമാണ് എനിക്കുള്ളത്. നമുക്കത് വൃത്തിയായിട്ട് എല്ലാവരുടെയും കൂടെ ശ്രമഫലമായി ഇപ്പൊ നെൽപ്പുരക്കടവ് മുതൽ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് ഒരു ദിവസം ഒരു 20,000 രൂപ വെച്ച് കൂട്ടിക്കും. ഒരു 200 ഒരു മണിക്കൂറിൽ ഒരു 100 മീറ്റർ ഒരു ദിവസം നമുക്കൊരു 500 മീറ്റർ ചെയ്യുമെന്ന് ധരിച്ചു ഇല്ല, ചെയ്യുന്നില്ല. 200 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്റർ കൂട്ടിക്കും ഒരു ദിവസം ചെയ്യാം. 8 ദിവസം കൊണ്ട് അത്ര ആയതല്ല. നമ്മൾ നെൽപ്പുരക്കടവ് മുതൽ പായിപ്പാട് വരെ വരണമെങ്കിൽ 3.8 കിലോമീറ്റർ ഉണ്ട് അല്ലെ, 3.8 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അതിന് ആവശ്യമായ ഫണ്ട് അടിയന്തരമായിട്ട് ജലോത്സവ സമിതി വിയ്യൂരം പഞ്ചായത്തും മറ്റുമായിട്ട് ഏർപ്പെട്ട് കുറച്ച് ഫണ്ടുകൊണ്ട് ഇതിനോടൊപ്പം നടക്കുക. അല്ലെങ്കിൽ ജലോത്സവ സമിതിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്കിത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. അതിനെ കുറിച്ചുള്ള ആലോചിക്കണം. ഇത് മാത്രമുള്ള നിർദ്ദേശമായി വെക്കാം. ഈ 10 യുദ്ധങ്ങളും വരികയെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഈ സഹായം